കാലം കരുതിവെക്കുന്ന ചില കാവ്യനീതികളുണ്ട് രാഷ്ട്രീയത്തിൽ. അധികാരത്തിന്റെ അഹന്തയിൽ തങ്ങളെ ചോദ്യം ചെയ്യുന്ന സാധാരണക്കാരെ ചവിട്ടിമെതിക്കാൻ നോക്കുന്നവർക്ക് ജനകീയ കോടതി നൽകുന്ന തിരിച്ചടിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ UDF തരംഗത്തിൽ CPM-നുണ്ടായ കനത്ത പരാജയത്തോടെ ഈ പവർ കപ്പിൾസിന് രാഷ്ട്രീയമായ കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. കോഴിക്കോട് ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച മുൻ MLA സച്ചിൻ ദേവ് കോൺഗ്രസിന്റെ VD സൂരജിനോട് വൻ മാർജിന് പരാജയപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്ത് മേയർ സ്ഥാനത്ത് നിന്നും ആര്യയ്ക്ക് പടിയിറങ്ങേണ്ടി വന്നു. എന്നാൽ ഇപ്പുറത്ത് മേയറുടെ ഔദ്യോഗിക വാഹനത്തിന് വഴികൊടുത്തില്ലെന്ന പേരിൽ കള്ളക്കേസിൽ കുടുക്കി ജോലി തെറിപ്പിച്ച KSRTC താൽക്കാലിക ഡ്രൈവർ യദുവിന് വീണ്ടും നല്ല കാലം തെളിയുകയാണ്. ഭരണകൂടത്തിന്റെ പവർ ഉപയോഗിച്ച് ഒരു സാധാരണക്കാരന്റെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ടപ്പോൾ തളരാതെ ജീവിക്കാൻ പോരാടിയ യദുവിന് മുന്നിലേക്കാണ് ഇപ്പോൾ പുതിയ UDF സർക്കാരിന്റെ കാലത്ത് നീതിയുടെ വഴി തുറക്കുന്നത്. VD സതീശൻ സർക്കാർ അധികാരമേറ്റതോടെ രാഷ്ട്രീയ പകപോക്കലിന് ഇരയായ യദുവിനെ KSRTC ഡ്രൈവർ ജോലിയിൽ അടിയന്തരമായി തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ഗതാഗത വകുപ്പിൽ ആരംഭിച്ചു കഴിഞ്ഞു. മുടവൻമുകളിലെ കനത്ത ഇരുട്ടിൽ നിന്നും യദു വീണ്ടും KSRTCയുടെ ആനവണ്ടി സ്റ്റിയറിംഗിലേക്ക് അഭിമാനത്തോടെ തിരിച്ചെത്താൻ പോവുകയാണ്. ഇനി യദു സമ്മതം മൂളിയാൽ മാത്രം മതി. മുഖ്യമന്ത്രി VD സതീശനും ഇതിനനുകൂലമാണ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും ആര്യയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. നേമമണ്ഡലത്തിൽ പരാജയപ്പെട്ട മുൻമന്ത്രി V ശിവൻകുട്ടി ആര്യയുടെ മേയർ എന്ന നിലയിലുള്ള മോശം പ്രവർത്തനവും ജനങ്ങളോടുള്ള പെരുമാറ്റവുമാണ് പാർട്ടിയുടെ പ്രതിച്ഛായ തകർത്തതെന്ന് പരസ്യമായി കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആര്യയെ കാറിൽ കയറ്റിയപ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾ പോലും എതിർത്തുവെന്നാണ് ശിവൻകുട്ടി തുറന്നടിച്ചത്. ഇതിനൊപ്പമാണ് യദുവിന് അനുകൂലമായ നീക്കങ്ങൾ UDF സർക്കാർ നടത്തുന്നത്. തിരുവനന്തപുരം നഗരമധ്യത്തിൽ വെച്ച് പബ്ലിക് റോഡിൽ KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവർ യദുവുമായി. ഈ വാർത്തയുടെ പൂർണ്ണ വിശദാംശങ്ങൾ അറിയാൻ ദ ഹാലി ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. ലിങ്ക് ഇൻ ബയോ.